ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് വേഗം ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ച്വൽ, നമ്മളെ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഫാക്ട്സും പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 5 മീറ്റർ ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്ര? അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തിയാണ്, പക്ഷേ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഉയർത്താൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു വസ്തുവിൽ പ്രയോഗിച്ച ബലം ഗുണിക്കണം വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു വസ്തുവിനെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഉയർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി പോവാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് കയറുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പൊ അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയാണ്. കാരണം ഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്, അതിനെതിരെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. അത്തരം ഘട്ടങ്ങളിൽ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, വളരെ സിമ്പിൾ ആണ്, mgh. ഇവിടെ m എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ പിണ്ഡമാണ്, തന്നിരിക്കുന്ന വസ്തുവിന്റെ പിണ്ഡമാണ് m, മാസ്. g എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വ ത്വരണം. g എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഗുരുത്വ ത്വരണം. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ അധികവും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് റൗണ്ട് ചെയ്തെടുക്കും. ഓക്കെ, h എന്ന് പറഞ്ഞാൽ ഉയരമാണ്, നമ്മൾ എത്ര ഉയരത്തിലേക്കാണ് പോയത് എന്നുള്ളതാണ് h. അപ്പൊ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? ഇവിടെ വസ്തുവിന്റെ പിണ്ഡം എത്രയാ? 100 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു. ഉയരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. g നമുക്ക് 10 എന്നെടുക്കാം. സോ 100 ഗുണിക്കണം g എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെടുക്കാം. h 5 ആണ്. സോ 5 ഗുണിക്കണം 10 ഗുണിക്കണം 100, 5000. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ് അല്ലേ? പ്രവൃത്തിയുടെ SI യൂണിറ്റ്, അതും കൂടെ നമുക്കങ്ങ് പഠിച്ചേക്കാം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. പ്രവൃത്തിയുടെ മാത്രമല്ല, ഊർജത്തിന്റെയും അതുപോലെ താപത്തിന്റെയും പ്രവൃത്തിയുടെയും, ഊതാപ്ര ജൂൾ, ഊർജത്തിന്റെയും താപത്തിന്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റുകൾ സെയിം ആണ്, ജൂൾ ആണ്. ഇനി CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതാണ് എർഗ്സ്. ഏതാണ്? എർഗ്സ്. CGS സിസ്റ്റത്തിലെ യൂണിറ്റ് എർഗ്സ് ആണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗാണ്? 10⁻7 എർഗ്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബലം ഗുണിക്കണം സ്ഥാനാന്തരം. പക്ഷെ ഇവിടെയോ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ്. അപ്പോൾ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? mgh. മറന്നു പോരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്ന സൂചനകൾ ഏത് ഗ്രഹത്തിൻ്റെതാണ്? ഏറ്റവും ചൂടും തിളക്കവുമുള്ള ഗ്രഹം, ഭൂമിയുടേതിന് സമാന വലിപ്പം, ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം. ഓപ്ഷൻസ് ഉണ്ട്. ബുധനുണ്ട്, ചൊവ്വയുണ്ട്, ശുക്രനുണ്ട്, വ്യാഴമുണ്ട്. ഏറ്റവും ചൂടും തിളക്കവുമുള്ള ഗ്രഹം ഏതാ? ശരിക്കും പറഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആള് ബുധനാണെങ്കിലും ഏറ്റവും ചൂടും തിളക്കവുമുള്ള ആള് നമ്മുടെ ശുക്രനാണ്. ആരാണ്? വീനസ് അഥവാ ശുക്രൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം എന്ന് ചോദിച്ചാൽ ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് ചോദിച്ചാലും ബുധനാണ്. പക്ഷേ ഏറ്റവും ചൂടും തിളക്കവുമുള്ള ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ അരുമ എന്നൊരു വിശേഷണവും ആർക്കുണ്ട്? ശുക്രനുണ്ട് അല്ലെ? സൂര്യന്റെ അരുമ, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, ലൂസിഫർ, ഭൂമിയുടെ ഇരട്ട. എന്തുകൊണ്ടായിരിക്കും ഭൂമിയുടെ ഇരട്ട എന്ന് പറയുന്നത്? ഭൂമിയുടേതിന് സമാനമായ വലിപ്പമുള്ള ഗ്രഹമാണ് ശുക്രൻ. അപ്പൊ ഭൂമിയുടേതിന് സമാനമായ വലിപ്പമുള്ള ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് ശുക്രന്റെ വിളിപ്പേരാണ് ഭൂമിയുടെ ഇരട്ട. ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാ? നമ്മൾ വിചാരിക്കും ചൊവ്വയാണെന്ന്. ഒരിക്കലുമല്ല.
ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹവും ശുക്രൻ തന്നെയാണ്. ഓക്കെ, ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ദിനരാത്രങ്ങൾക്ക് വർഷത്തേക്കാൾ കൂടുതൽ ദൈർഘ്യമാണ് ശുക്രനിൽ. ഓക്കെ, അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം. ലക്ഷ്മി പ്ലാനം പീഠഭൂമി എവിടെയാണ്? ശുക്രനിലാണ്. മൗണ്ട് മാക്സ്വെൽ ശുക്രനിലാണ് കേട്ടോ. അപ്പൊ ലക്ഷ്മി പ്ലാനം പീഠഭൂമി, മൗണ്ട് മാക്സ്വെൽ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ശുക്രനിലാണ്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന 2 ഗ്രഹങ്ങളാണ് യുറാനസും ശുക്രനും. മറന്നുപോരുത് കേട്ടോ. അതുപോലെ സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത 2 ഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ ബുധനും ശുക്രനുമാണ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടാവണം. അപ്പൊ ഈ പറയുന്ന സൂചനകളൊക്കെ ഏത് ഗ്രഹത്തിൻ്റെതാണ്? ശുക്രൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമേ അവയിൽ ചാർജ് സ്വരൂപിക്കപ്പെടുന്നുള്ളൂ. അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഒരു വസ്തുവിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും ഒരു വസ്തുവിന് ഇലക്ട്രോൺ ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുകയും ഇലക്ട്രോൺ നേടുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുകയും ചെയ്യുന്നു. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ ലഭിക്കുകയും സിൽക്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്ഥിത വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എന്താണ് സ്ഥിത വൈദ്യുതി? നമ്മൾ പണ്ട് എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. സ്കെയിൽ എടുത്ത് തലയിൽ നന്നായിട്ട് മുടിയിലിട്ട് ഒരസിയിട്ട് കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അവ തമ്മിൽ ആകർഷിക്കപ്പെടും അല്ലെ? അവിടെ ആകർഷിക്കപ്പെട്ടതിന്റെ കാരണം എന്താ? നമ്മൾ സ്കെയിലും മുടിയും തമ്മിൽ ഉരസിയപ്പോൾ സ്കെയിലിന് ചാർജ്ഡ് ആയി. അതായത് 2 വസ്തുക്കൾ, അനുയോജ്യമായ 2 വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവയ്ക്ക് ചാർജ് ലഭിക്കും. അതിന്റെ കാരണം അവയ്ക്കിടയിൽ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നതാണ്. നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ആരാണോ ഇലക്ട്രോൺ കൊടുക്കുന്നത് അവർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോൺ ലഭിക്കുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് റോഡ് സിൽക്കിൽ ഉരസുന്ന സമയത്ത് ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുക ചെയ്യുന്നത്. സിൽക്കിനെ കണ്ട് മയങ്ങി, സിൽക്കിന്റെ ഭംഗി കണ്ട് മയങ്ങി ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് ഗ്ലാസ് പോസിറ്റീവ് ചാർജ് ആകും. സിൽക്ക് ഇലക്ട്രോൺ കിട്ടിയ സ്ഥിതിക്ക് നെഗറ്റീവ് ചാർജ് ആകും. അപ്പൊ ഇത്തരത്തിൽ അനുയോജ്യമായ വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവയിൽ ചാർജ് സ്വരൂപിക്കപ്പെടുന്ന പ്രതിഭാസം. ആ ചാർജ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ ഈ ഗ്ലാസ് റോഡിന് ഇവിടെ ചാർജ് കിട്ടിയെന്ന് വെച്ചോ, ആ ചാർജ് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് അതിനെ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമേ ചാർജ് സ്വരൂപിക്കപ്പെടൂ. വളരെ ശരിയാണ് കേട്ടോ. ഏതെങ്കിലും 2 വസ്തുക്കൾ തമ്മിൽ ഉരസിയിട്ട് കാര്യമില്ല. അനുയോജ്യമായ വസ്തുക്കൾ തമ്മിൽ ഉരസണം. സ്കെയിലും മുടിയും, ഗ്ലാസ് റോഡും നമ്മുടെ സിൽക്കും, കമ്പിളിയും എബണൈറ്റ് റോഡും, അങ്ങനെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്. അവര് തമ്മിൽ ഉരസുന്ന സമയത്തെ ചാർജ് ഉണ്ടാവും. അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഒരു വസ്തുവിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, മറ്റേ വസ്തുവിന് ഇലക്ട്രോൺ ലഭിക്കും. ശരിയാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജ്, വളരെ ശരിയാണ്. ഇലക്ട്രോൺ നേടുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജ്, അതും ശരിയാണ്. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ ലഭിക്കുകയല്ല ചെയ്യുന്നത്, ഗ്ലാസ് റോഡ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. സിൽക്കിനാണ് ഇലക്ട്രോൺ ലഭിക്കുന്നത്. അപ്പൊ അത് മാത്രമാണ് ഇവിടെ തെറ്റിപ്പോയത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. മനുഷ്യകർണത്തിന്റെ ശ്രവണ സ്ഥിരത. എന്താണ് ഈ ശ്രവണ സ്ഥിരത? നമ്മൾ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാലും ആ ശബ്ദം 1/10 സെക്കൻഡ് നേരം, എത്രയാണ്? 1/10 സെക്കൻഡ് നേരത്തേക്ക് കൂടി നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് ശ്രവണ സ്ഥിരത. അപ്പൊ നമ്മളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാലും ആ ശബ്ദം പിന്നെയും ഒരു 1/10 സെക്കൻഡ് നേരത്തേക്ക് കൂടി നമ്മുടെ ചെവിയിൽ ഉണ്ടാകും. അതിനെയാണ് ശ്രവണ സ്ഥിരത. ഈ 1/10 സെക്കൻഡിനുള്ളിൽ നമ്മൾ വേറൊരു ശബ്ദം കേട്ടു എന്ന് വെച്ചോ, രണ്ടും കൂടി ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയായിരിക്കും നമുക്ക് കേട്ടോ. ഈ 1/10 സെക്കൻഡിനുള്ളിൽ നമ്മൾ വേറൊരു ശബ്ദം കൂടി കേൾക്കാനിടയായാൽ രണ്ടും കൂടി ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയായിരിക്കും.
അപ്പൊ മനുഷ്യന്റെ ചെവിയുടെ ഈ സവിശേഷതയാണ് ശ്രവണ സ്ഥിരത. അതെത്രയാണ്? 1/10 സെക്കൻഡ്. നമുക്ക് പാട്ടാണെങ്കിലും സംസാരമാണെങ്കിലും ഒക്കെ തുടർച്ചയായി കേട്ട് ആസ്വദിക്കാൻ കഴിയുന്നതിന്റെ കാരണം ശ്രവണ സ്ഥിരതയാണ് കേട്ടോ, ശ്രവണ സ്ഥിരത. അതുപോലെ നമുക്കറിയാം ഈ ശബ്ദത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലം ഒരു മുഴക്കം അനുഭവപ്പെടും അല്ലെ. ആ മുഴക്കത്തിന്റെ പേരാണ് അനുരണനം. എന്താണ് പേര്? അനുരണനം. ശബ്ദത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലം അനുഭവപ്പെടുന്ന തുടർച്ചയായ മുഴക്കം. ഈ അനുരണനം അനുഭവപ്പെടാനുള്ള കാരണം, അതൊരു മുഴക്കമായി അനുഭവപ്പെടാനുള്ള കാരണം ശ്രവണ സ്ഥിരതയാണ്. ശ്രവണ സ്ഥിരത. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോഴിമുട്ട ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും ശുദ്ധജലത്തിൽ താഴ്ന്നു പോകാനും കാരണം. അപ്പൊ കോഴിമുട്ട നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉപ്പിടുക, പിന്നെ ഒരു ഗ്ലാസ്സിന് ശുദ്ധജലം എടുക്കാം. പച്ച കോഴിമുട്ട 2ലേക്കും ഇടുക. 2 മുട്ട എടുത്തിട്ട് ഒന്ന് ശുദ്ധജലത്തിലും ഒന്ന് ഉപ്പുവെള്ളത്തിലും ഇടുക. ശുദ്ധജലത്തിലിട്ട മുട്ട താഴ്ന്നു പോകും, പക്ഷെ ഉപ്പുവെള്ളത്തിലിട്ട മുട്ട പൊങ്ങിക്കിടക്കും. കാരണം എന്താ? നമുക്കറിയാം, ഒരു വസ്തു ജലത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിക്കിടക്കുമ്പോൾ, ഒരു വസ്തു ജലത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിക്കിടക്കുമ്പോൾ ആ ദ്രാവകം ആ വസ്തുവിനെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ആ വസ്തുവിന്റെ ഭാരം താഴോട്ട് അനുഭവപ്പെടും. അതിനെതിരായിട്ട് ദ്രാവകം ആ വസ്തുവിനെ മുകളിലേക്ക് തള്ളും, മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. അതുകൊണ്ടാണ് കിണറ്റിനടിയിലേക്ക് തൊട്ടി പോകുന്ന സമയത്ത് വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഭാരക്കുറവ് തോന്നുന്നത്. കാരണം വെള്ളം തന്നെ നല്ല രീതിയിൽ തള്ളി വിടുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് വെള്ളത്തിന് മുകളിലെത്തി പിന്നെ കോരാൻ തുടങ്ങുമ്പോഴാണ് പണി അല്ലെ. അങ്ങനെ ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആ വസ്തുവിൽ ജലം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ആ ബലത്തിന് പറയുന്ന പേരാണ് പ്ലവക്ഷമ ബലം. അപ്പൊ ഈ കോഴിമുട്ട ഉപ്പുവെള്ളത്തിലിട്ടപ്പോഴും ശുദ്ധജലത്തിലിട്ടപ്പോഴും ആ വെള്ളം കോഴിമുട്ടയുടെ മേൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഓർത്തു വെക്കുക, ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ ഉപ്പുജലത്തിനാണ്. സാന്ദ്രത കൂടുമ്പോൾ, ഒരു ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുമ്പോൾ അതിന്റെ പ്ലവക്ഷമ ബലവും കൂടും. അങ്ങനെ നമ്മുടെ ഉപ്പുവെള്ളം കോഴിമുട്ടയെ നന്നായി മുകളിലേക്ക് തള്ളും. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്, പ്ലവക്ഷമ ബലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബലം കോഴിമുട്ടയിൽ പ്രയോഗിക്കും. അതുകൊണ്ടാണ് ഉപ്പുവെള്ളത്തിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നത്. ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ശരിയാണ്. ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്, തെറ്റാണ്. ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ പ്ലവക്ഷമ ബലം കുറവല്ല, കൂടുതലാണ്. ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ ശ്യാനത കൂടുതലാണ്, അതൊന്നും ഇവിടെ വിഷയമല്ല. അപ്പൊ ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് ഉപ്പുവെള്ളത്തിന് എന്ത് കൂടുതലാണ്? ഉപ്പുവെള്ളത്തിന് പ്ലവക്ഷമ ബലം കൂടുതലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.